ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു 6 മാർക്കിൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി ആ ചോദ്യം നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 6 മാർക്കിൻ്റെ ചോദ്യം നമുക്കറിയാം, പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം 6 മാർക്കാണ്, 2 ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക അല്ലേ. അപ്പോൾ എത്ര മാർക്കാണ്? 12 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ 12 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഒരു 6 മാർക്കിൻ്റെ ചോദ്യത്തിന് നമ്മൾ മാക്സിമം 12 മിനിറ്റ് സമയമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മാറ്റി വെക്കേണ്ടത്. നമുക്ക് എസ്സേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായി വരുന്നത് എന്താണ്? ടൈമാണ്. ടൈം മാനേജ് ചെയ്തില്ലെങ്കിൽ ടീച്ചർ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ടൈം മാനേജ്മെൻറ്റിൻ്റെ, അത് കാണണം. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ശ്രദ്ധയോടുകൂടെ എന്ത് ചെയ്യണം, നമ്മൾ പാലിക്കുക. അപ്പോൾ 2 എസ്സേ എഴുതി തീർക്കാൻ നമ്മൾ മാക്സിമം 24 മിനിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി 25 മിനിറ്റ് ഒന്നും ആയാലും കുഴപ്പമില്ല അല്ലേ. മാക്സിമം 30, 35, 40 മിനിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അടപടലം അവതാളത്തിലാവും കേട്ടോ. കാരണം ഒരുപാട് ചിന്തിച്ച് ആലോചിച്ചിട്ടൊന്നും എഴുതേണ്ട ഒരു സമയം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ എസ്സേയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഓരോ പാഠവും അല്ലേ. എസ്സേ ചോദ്യങ്ങൾ അധികം എന്താ നമ്മളോട് ചോദിക്കുക? ഈ മുഖപ്രസംഗം, പ്രഭാഷണം, ഉപന്യാസം, ആസ്വാദനം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ആസ്വാദനക്കുറിപ്പ് മലയാള സെക്കൻഡിൽ അങ്ങനെ കാണാറില്ല, എങ്കിലും ചിലപ്പോൾ കഥയോ കവിതയോ നമ്മൾ പഠിച്ചതൊക്കെ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ ചോദിച്ചു എന്നിരിക്കും. അപ്പോൾ ഇതൊക്കെ പഠിച്ച് വയ്ക്കുക എന്തായാലും. അപ്പോൾ ഈ ചോദ്യങ്ങളാണല്ലോ 6 മാർക്കിന് നമ്മൾ അധികം കണ്ടിട്ടില്ല. അല്ലെങ്കിൽ കഥാപാത്ര നിരൂപണം, അപ്പോൾ ഓൾറെഡി അതങ്ങ് പഠിച്ചു. ഇപ്പോൾ കഥാപാത്ര നിരൂപണമാണെങ്കിൽ ഓൾറെഡി ടീച്ചർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഗദ്യഭാഗങ്ങളിലെ കഥാപാത്ര നിരൂപണങ്ങൾ. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എസ്സേ ചോദ്യങ്ങൾ ഓരോ പാഠം എടുക്കുക. അപ്പോൾ പ്ലാവിലെ കഞ്ഞിയാണെങ്കിൽ ഏത് എസ്സേ ചോദിക്കും? സാമൂഹ്യ പ്രശ്നങ്ങളെ ചോദിക്കാം, അല്ലെങ്കിൽ കോരനും ചുരുതയും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ചോദിക്കാം, തൊഴിലാളികളുടെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അമ്മ തൊട്ടിലാണെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറേ ഓരോ പാഠത്തിൻ്റെയും കാതലായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അതിപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം അല്ലേ. നിങ്ങൾ ഇത്രയും മാസങ്ങളായിട്ട് നമ്മൾ മലയാളം സെക്കൻഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളെ സ്കൂളുകളിൽ പഠിപ്പിച്ച അധ്യാപകർ തീർച്ചയായിട്ടും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവും ഏതൊക്കെയാണ് സാധ്യതയുള്ള എസ്സേ ചോദ്യങ്ങൾ. ഈ പാഠത്തിൽ എന്താ പഠിക്കുന്നതെന്ന് നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് എസ്സേ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള നമുക്കറിയാം. അപ്പോൾ ഒരു നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, ഒരു പാഠം എഴുതുക, ഇത് വരാൻ സാധ്യതയുള്ള എസ്സേ ചോദ്യങ്ങളൊന്ന് എഴുതി വെക്കുക. ഒരു മാക്സിമം ഒരു 12 പോയിൻ്റൊക്കെ ഒരു ചോദ്യത്തിന്, അല്ലെങ്കിൽ 8 10 പോയിന്റുകൾ എന്ത് ചെയ്യുക, ഒരു ചോദ്യം അല്ലെ വിശദീകരിക്കുന്ന വേണ്ട, നിങ്ങൾ പോയിന്റ് ആക്കിയെങ്കിലും വെച്ചിട്ട് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക എല്ലാ ചോദ്യങ്ങളും അല്ലെ. ഓരോ പാഠത്തുനിന്നും 10 പാഠമുള്ളത് 2 എസ്സേ വെച്ച് നോക്കും. ഒരു 20 ചോദ്യങ്ങൾ എന്ത് ചെയ്യും, 20 എസ്സേയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രാധാന്യങ്ങൾ, അതായത് സന്ദേശങ്ങളുടെ സമകാലിക പ്രസിദ്ധി ആയിരിക്കാം ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പത്രനീതിയാണെങ്കിൽ മാധ്യമധർമ്മമായിരിക്കാം, അമ്മയുടെ എഴുത്തുകളാണെങ്കിൽ മലയാള ഭാഷയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ മലയാള ഭാഷ നേരിടുന്ന വെല്ലുവിളി, ഇങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു ഘടകം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെന്നാണ് എന്തായാലും ചോദ്യം വരും. സമകാലികമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തെ പറ്റിയാണല്ലോ 6 മാർക്കിന് നമ്മളോട് ചോദിക്കുക. അപ്പോൾ എസ്സേ വരുന്ന ചോദ്യത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുക. അപ്പം നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം ഈ 3 ചോദ്യത്തിൽ നിന്ന് 1 എഴുതാനാണ് അല്ലേ. 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ 2 എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്, 1 നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ എഴുതേണ്ട 2 എണ്ണത്തെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവുക, ഏത് പാഠത്തിന് ഇങ്ങനെ വന്ന് നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ എസ്സേ എഴുതുന്ന സമയത്ത് ഒരുപാടൊന്നും ആലോചിക്കണം, നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് പെട്ടെന്ന് എഴുതി പോകാൻ പറ്റും. അപ്പോൾ ഇതൊന്നും മക്കൾ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞിരുന്നത് നമ്മൾ നേരത്തെ വായിച്ച് ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയും വൈകിട്ടൊന്നുമില്ല, ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, വിചാരിച്ചാൽ നമുക്ക് A+ അല്ല ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ടെൻഷൻ വിടുക കേട്ടോ. നമ്മൾ ശ്രമിക്കുക, ലാസ്റ്റ് മിനിറ്റ് വരെ നമുക്ക് ശ്രമിക്കാമല്ലോ. ഓക്കെ, പിന്നെ മാർക്കൊക്കെ കിട്ടുന്നത് എല്ലാവർക്കും ഒരേ ബുദ്ധിയൊന്നും ആവണമെന്നില്ല. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യരുത്, നമുക്ക് മാർക്ക് നഷ്ടപ്പെടരുത്. നമ്മൾ ശ്രമിക്കുക. ശ്രമിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ പോട്ടറാ, നമ്മൾ ശ്രമിച്ചു എന്നുള്ള സന്തോഷം ഉണ്ടല്ലോ. ശ്രമിച്ചാൽ കിട്ടും, കിട്ടാതിരിക്കുമെന്നില്ല. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ബാധിക്കേണ്ട. നമ്മൾ വർക്ക് ചെയ്യേണ്ട സമയത്ത് നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡൽ എക്സാമിന് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ്? ഇവിടെ അമ്മയെ തനിച്ച് നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പോവുക? അതോർത്ത് ഇനി വിഷമിക്കേണ്ട, ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓരോ വിളിയും കാത്താണ്. ഈ വേലിക്കകത്ത് കാലെടുത്ത് കുത്തിയത് മുതലാ പഷ്ണി ഒഴിഞ്ഞത്. മാർക്കോസിന്റെ അപ്പൻ നിന്നെ മകനെ പോലെയാ വിചാരിച്ചിരുന്നത്. കോഴിയും കിഴവിയും. ഈ കഥാസന്ദർഭങ്ങളും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളും പരിഗണിച്ച് ശ്രദ്ധിക്കൂ. സ്നേഹബന്ധങ്ങൾ സാമൂഹിക ജീവിതത്തിൽ സ്നേഹബന്ധങ്ങൾ സാമൂഹിക ജീവിതത്തിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. ഓൾറെഡി ടീച്ചർ ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, പ്രഭാഷണം എങ്ങനെ എഴുതണ്ടേ എന്നുള്ളത്. അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയാം ഓൾറെഡി, എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അതായത് പ്രഭാഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് വിഷയം? സ്നേഹബന്ധങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ. അപ്പോൾ അത് തലക്കെട്ടായിട്ട് നമ്മൾ കൊടുക്കുക അല്ലേ. പ്രഭാഷണത്തിൻ്റെ ഘടന ടീച്ചർ ഓൾറെഡി ചെയ്തതുകൊണ്ട് മക്കളത് കാണുക. അപ്പോൾ ആ ഘടന പാലിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ പ്രഭാഷണമായതുകൊണ്ട് അഭിസംബോധന ആവശ്യമാണ്. അഭിസംബോധന വിഷയത്തിൻ്റെ സൂചന വേണം. വിഷയത്തിൻ്റെ വളർച്ച അനുയോജ്യമായ രീതിയിൽ ചിട്ടയിൽ നമ്മൾ എഴുതിയിരിക്കണം അല്ലെ. സ്നേഹബന്ധങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ നിന്നുള്ള തലക്കെട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ വിളിയും കാത്തിൽ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ എഴുതേണ്ടത്?
അച്ഛനും അമ്മയും തമ്മിലുള്ള ഗാഢമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എഴുതുക. അച്ഛൻ്റെ ഓരോ വിളികൾക്കും വേണ്ടി കാത്തിരിക്കുന്ന അമ്മ, അതേപോലെ അമ്മയും മകനും തമ്മിലുള്ള ഊഷ്മളമായിട്ടുള്ള ബന്ധം, അച്ഛൻ മരിച്ചിട്ടും അച്ഛൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്, ആ ഓർമ്മകളിൽ ജീവിക്കുന്ന അമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് എഴുതുക. അമ്മ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കുമ്പോൾ അമ്മയെക്കുറിച്ച് ആലോചിച്ചൊരു സങ്കടം ഉണ്ടാവുന്ന മകൻ അല്ലേ. അപ്പോൾ ആ ബന്ധം, ആ സാമൂഹിക ജീവിതത്തിൽ തന്നെ ഈ സ്നേഹബന്ധത്തെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അടുത്ത പാരഗ്രാഫിൽ എന്ത് എഴുതാം? കോഴിയും കിഴവിയിലുള്ളതാണ്. കോഴിയും കിഴവിയിൽ മത്തായിയുടെ അമ്മയുടെ ഹൃദയവിശാലത അല്ലേ. അപ്പോൾ മർക്കോസിനെയും സ്വന്തം മകനായി കാണുകയാണ് അല്ലേ. തനിക്കൊരു ജീവിതം തന്ന ആളുകളുള്ള നന്ദി സൂക്ഷിക്കുന്ന ഒരു ഗ്രാമീണതയുടെ പ്രതീകമാണ് ആര്? ഈ രണ്ട് കഥാപാത്രങ്ങളിലെയും കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ മർക്കോസിന്റെ അല്ലേ സ്ഥലം നൽകിയത് കൊണ്ടാണ് അവർക്ക് ജീവിതം ഉണ്ടായത് അല്ലെ. പച്ചപിടിപ്പിക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അല്ലെ. മനസ്സിലെ നന്മ, അയൽപക്ക സ്നേഹം, സഹാനുഭൂതി തുടങ്ങിയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയ അമ്മയാണ് അല്ലെ. സാമൂഹ്യ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ വിശദീകരിച്ച് എഴുതണം. പിന്നെ പുതിയ കാലത്ത് അല്ലെ സാമൂഹിക സ്നേഹബന്ധങ്ങൾ സാമൂഹ്യ ജീവിതത്തിലാണ്. അപ്പോൾ നമുക്ക് അഫാൻ അല്ലെ, നമ്മൾ കുറേ സമകാലിക സംഭവങ്ങൾ നമ്മൾ കണ്ടു. സ്വന്തം ഉമ്മാൻ്റെ തലക്കടിച്ച് കൊല്ലാനാക്കിയിട്ടത്, സ്വന്തം അനിയനെ കൊന്നത്, പ്രണയിനെ കൊന്നത്, അതൊക്കെ ഈ വിഷയമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രഭാഷണമാണ്, സമകാലികമായിട്ടുള്ള വേണം. അത് ലാസ്റ്റിലത്തെ ഒരു പാരഗ്രാഫിൽ എഴുതാം അല്ലെ. ഇങ്ങനെ കൺക്ലൂഷനൊക്കെ കൊടുത്ത് ഭംഗിയിൽ എന്തെഴുതാം? ആ ഒരു പ്രഭാഷണം നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. പ്രഭാഷണത്തിന്റെ ഘടന അറിയില്ലെങ്കിൽ ആ വീഡിയോ കാണണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. സ്വർണ്ണം അല്ലാണ്ട് ഒരു സംഗതിക്കും ഇവിടെ പണയെടുപ്പില്ല അല്ലെ. ഈ റേഡിയോ പാട്ടൊക്കെ എനിക്ക് അത്ര പിടുത്തമില്ല. മനുഷ്യരെ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടുകൾ പണയെന്ന് പറയുന്ന കഥയാണ്. സൂചനകളും കഥയിലെ മറ്റു സന്ദർഭങ്ങളും വിലയിരുത്തി ചെമ്പുമത്തായി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. ഇതും ടീച്ചർ ചെയ്തിട്ടുണ്ട്. എല്ലാ കഥാപാത്ര നിരൂപണങ്ങളുടെയും എല്ലാ കഥാപാത്രങ്ങളെയും നിരൂപണം ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. കാരണം എസ്ഐക്ക് എന്താണ്, ഒരു കഥാപാത്രം നിരൂപണം ഉറപ്പായിട്ടും ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ചോദിക്കും എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് സാധ്യതയുള്ള ചോദ്യമാണ്. കാരണം ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യാം? ഒന്ന് നോക്കി വെക്കുക. ഏത് ചോദിക്കും നമുക്കറിയില്ല. എന്തായാലും കഥാപാത്ര നിരൂപണം ചോദിക്കും. ഇത്രയും കഥാപാത്ര നിരൂപണമല്ലേ ചോദിക്കൂ, അത്രയും നമ്മൾ പഠിച്ചു വെച്ചോളാം. അപ്പോൾ ചെമ്പുമത്തായി അല്ലെങ്കിൽ കാശുമത്തായി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ആ കഥാപാത്രത്തെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. കാശുമത്തായി പണത്തിന് മാത്രം മൂല്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്നേഹബന്ധങ്ങൾക്കൊന്നും വില കൽപ്പിക്കുന്നില്ല. സ്വർണം പണയത്തിനെടുത്ത് പലിശയ്ക്ക് നൽകുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ അത് പലിശ വാങ്ങുന്ന ആളുകളെ കുറിച്ച് ആലോചിച്ചു. ഒരു കണ്ടുചോരമില്ലാത്ത ആളുകളാണ് അല്ലേ. റേഡിയോ പോലും പണയ വസ്തുവായി സ്വീകരിക്കുന്നു. സംഗീത കലാദികളോട് എന്താണ് ഒരു ഇതുമില്ല. കുട്ടികളൊക്കെ അടിച്ച് പായച്ച് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. പാട്ട് കേൾക്കുന്ന നേരത്ത് കൂടെ പൈസ സമ്പാദിക്കാമെന്ന് ചിന്തിക്കുകയാണ്. ചെമ്പുമത്തായി എന്ന പേര് പോലും അന്വർത്ഥമായിട്ടുള്ള പേരാണ് അല്ലേ. നിർധനായിട്ടുള്ള ചാക്കുണ്ണിയോട് ചില സന്ദർഭങ്ങളിൽ സാധാപം തോന്നുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാമൂഹികമായിട്ട് അംഗീകാരമില്ലാത്തൊരു കഥാപാത്രം. ചില സന്ദർഭം ഏതൊക്കെയാണ്? റേഡിയോ പോലും പണയത്തിന് എടുക്കുന്നത്. അത് സ്വാർത്ഥനായതുകൊണ്ടായിരിക്കും അല്ലേ. പലിശയൊക്കെ കിട്ടുമല്ലോ, അതുമായിരിക്കാം. പക്ഷെ എന്നാലും അയാളുടെ സ്വർണ്ണം മാത്രം എടുക്കുന്ന ഒരാൾ റേഡിയോ എടുക്കുന്നു എന്ന് പറയുന്നത് ചക്കുണിക്ക് കുറച്ച് ഇളവ് കൊടുക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ പലിശ അല്ലേ, അതും നെഗറ്റീവ് തന്നെയാണ് കേട്ടോ പറയുമ്പോൾ. പിന്നെ പലിശ വാങ്ങുന്നത് തീരെ കർക്കശക്കാരനാവുന്നില്ല അല്ലേ. ഒരു ഡ്രസ്സ് അടിച്ച്, അപ്പോൾ അവിടെയുണ്ട് ഈ ഒന്നുമില്ലാത്ത അവനോട് അല്ലേ തുണി വാങ്ങിച്ചു തരാം, കൂലിയില്ലാതെ ഡ്രസ്സ് അടിച്ചു കൊടുക്കാനാണ് പലിശയ്ക്ക് പകരമായി പറയുന്നത്. പിന്നെ മകൻ മരിച്ച സമയത്തൊക്കെ പണയം മുതൽ ഒരിക്കലും പൈസ ഇല്ലാതെ കൊടുക്കാത്ത കഥാപാത്രം. പക്ഷെ എങ്കിലും എന്ത് ചെയ്യുന്നു? റേഡിയോ പരിപാടി കേൾക്കാനൊക്കെ ആരും അനുവദിക്കുന്നുണ്ട്? ചക്കുണ്ണിയെ അനുവദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്തരം അല്ലെ സാമൂഹികമായിട്ട് അംഗീകാരമില്ലാത്തൊരു കഥാപാത്രമാണ് നമ്മളുടെ ഏത് കഥാപാത്രം? ചെമ്പുമത്തായിയുടെ അല്ലെങ്കിൽ കാശുമത്തായിയുടെ കഥാപാത്രം. അടുത്ത ചോദ്യം. വിൽക്കാനുള്ളതല്ല, ആളുകൾക്ക് ഒന്നും രണ്ടും പെറുക്കി തിന്നാനുള്ളതാണ് എൻ്റെ മാങ്ങ എന്നായിരുന്നു കൊച്ചു ചക്കരിച്ചിയുടെ നില. കൊച്ചു ചക്കരിച്ചി വീഴില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല എന്ന ഒറ്റ ഉറച്ച നിലയായിരുന്നു അമ്മയ്ക്ക്. കൊച്ചു ചക്കരിച്ചിയാണ് ഉദയഭാനു എഴുതിയിരിക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പ്, ലേഖനം എന്നൊക്കെ ഉപന്യാസമാണ് അല്ലേ. മനുഷ്യന് പ്രകൃതിയോടുള്ള ഈ ആത്മബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തി പ്രകൃതി സൗഹൃദ ജീവിതത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസവും ടീച്ചർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കണം. അപ്പോൾ തലക്കെട്ട് വേണം, ആമുഖം, ഉള്ളടക്കം, പരിഹാര നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളണം, ഉപസംഹാരം വേണം. ഇതൊക്കെ എന്തിൻ്റെ ഘടനയാണ്? ഉപന്യാസത്തിൻ്റെ ഘടന വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. ടീച്ചർ അതാ പറഞ്ഞത്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയില്ലെങ്കിൽ അത് നോക്കിക്കാണണം. ഓക്കെ, പോയിന്റ് എഴുതി വെച്ച് തന്നെ പഠിക്കണം. കൊച്ചു ചക്കരിച്ചി പ്രകൃതിയും മനുഷ്യനും തമ്മിലുണ്ടാകുന്ന മനോഹരമായിട്ടുള്ള ആത്മാർത്ഥമായ ബന്ധത്തെക്കുറിച്ചാണ് കൊച്ചു ചക്കരിച്ചിയിൽ പറയുന്നത്. കൊച്ചു ചക്കരിച്ചിയും അമ്മയും തമ്മിലുള്ള ബന്ധം, അതും ചിലപ്പോൾ 4 മാർക്കിന് ചോദിച്ചേക്കാട്ടെ. ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, കൊച്ചു ചക്കരിച്ചിക്ക് നൽകിയിരിക്കുന്ന മാനുഷിക ഭാവത്തെക്കുറിച്ച് ഒക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്. പിന്നെ പ്രകൃതി, ജീവജാലങ്ങൾ, മനുഷ്യർ അല്ലെ പ്രകൃതി ആശ്രയിച്ച് കഴിയുന്ന ആളുകളാണ്. അപ്പോൾ പ്രകൃതിയിൽ വൃക്ഷങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം, സംരക്ഷണം, വീട്ടിലെ അംഗത്തെ പോലെ കണ്ടിരുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് പക്ഷേ പ്രതിയായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പോൾ മാങ്ങ എന്നൊക്കെ പറയുമ്പോൾ ഈ പാഠഭാഗം കണക്ട് ആവുന്നത് ഒരു 80-70 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്കാണ്. അവർക്കാണ് അത്രയും ഭംഗിയിലുള്ളൊരു ബാല്യകാലമൊക്കെ ഉണ്ടായിരുന്നത്. നമുക്ക് ഫ്രൂട്ടീൻ്റെ ഒക്കെ ടേസ്റ്റാണ് മാമ്പഴം അല്ലേ, മാങ്ങാക്കാലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. കാരണം നമുക്ക് ഈ പറമ്പുകൾ തോറും ഓടി നടന്ന് അല്ലെ കൂട്ടമായി പോയി മാങ്ങയൊക്കെ കല്ലെറിഞ്ഞ് കുറിച്ച് അണ്ണാൻ ഹോമം നടത്തി, അതൊന്നും നമ്മുടെ തലമുറയിലെ ആളുകൾക്ക് അതൊക്കെ അപരിചിതമാണ്. അപ്പോൾ
ഓക്കെ. വൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്നത് സ്വാർത്ഥമായിട്ടുള്ള പണക്കൊതി വേണ്ടി സ്വന്തം തണൽ മുറിച്ച് മാറ്റുന്നു, സ്വന്തം നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുകയാണ് അല്ലേ. നമ്മളിങ്ങനെ മരങ്ങൾ വെട്ടിമാറ്റി, നമുക്കറിയാം പ്രളയം വരുന്നത്, മണ്ണിടിച്ചിലുണ്ടാവുന്നു, ഇതൊക്കെ മനുഷ്യന്റെ കൈകടത്തൽ തന്നെയാണ് അല്ലേ. വയനാടൊക്കെ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ നമുക്ക് ഒരിക്കലും പകരം വെക്കാനില്ലാത്ത ഒന്നാണ്. അപ്പോൾ ഇതിലൊക്കെ മനുഷ്യൻ്റെ എന്താണ് കൈകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യന് ആവശ്യത്തിനുണ്ട്, എന്നാലും ആർത്തിയാണ് അല്ലേ. അപ്പോൾ ഈ വയനാട് ദുരന്തം അതൊക്കെ ഇതിൽ കൂട്ടിച്ചേർക്കണം. കാരണം ഇത് സമകാലികമായിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഉപന്യാസം തയ്യാറാക്കേണ്ടത്. പ്രകൃതിയാണ് ജൈവ വൈവിധ്യത്തിൻ്റെ അടിസ്ഥാനം. അത് മനുഷ്യന് മാത്രമുള്ളതല്ല, എല്ലാതരം ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് പ്രകൃതി. അത് മനസ്സിലാക്കാതെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ മാറ്റി തീർക്കുക എന്നുള്ളതാണ് പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം. പ്രകൃതിയിലെ മനുഷ്യനില്ല അടപടലം എന്ത് ചെയ്യും, സാത്ത് പോകും, കരഞ്ഞു പോകും അല്ലേ. ഇപ്പം നമ്മൾ കേരളത്തിൽ അറിയാം, ചൂട്, ഭീകരമായിട്ടുള്ള ചൂടല്ലേ. ഇപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ്. കേരളം വളരെ ഗോഡ്സൺ കൺട്രി എന്ന് പറയുന്നത് വിളിച്ചത് വെറുതെ ആയിരുന്നില്ല. ഇവിടെ മിതമായ രീതിയിലുള്ള തണുപ്പ്, മിതമായ രീതിയിൽ ചൂട്, സുലഭമായിട്ടുള്ള വെള്ളം, കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഇതിനെ നമ്മൾ വികസനത്തിൻ്റെ ഭാഗമായുള്ള മരങ്ങൾ മുറിച്ച് വയൽ നിറച്ച് പുഴയൊക്കെ അല്ലെ വേസ്റ്റ് കൊണ്ടിട്ട് നശിപ്പിച്ച് കടലടക്കം മലിനമായി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നാടും കാലാവസ്ഥ ഇപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുക, എപ്പോഴാണ് വെയിൽ, എല്ലാം ഭീകരമായ രീതിയിൽ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ കാണുകയാണ്. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം ഇവിടെ സാധ്യമാവുമോ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലാണ് ഉപന്യാസം എഴുതേണ്ടത്. അതിൻ്റെ ഘടന പാലിക്കണം. ഈ വീഡിയോസ് ഒക്കെ ടീച്ചർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഉഷാറായിട്ടിരിക്കുക, പാഠങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.